എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചാലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതായത് കേറ്ററ്റ് നമുക്ക് എക്സാം അടുത്തു അല്ലേ? അപ്പം അത് കേറ്ററ്റിനോട് അനുബന്ധിച്ചിട്ട് നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, സോഷ്യൽ സയൻസ് കേറ്ററ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഭാഗമായിട്ട്, ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഒരു കേറ്ററ്റ് പരീക്ഷയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് അറിയാം അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക, ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുമ്പോഴും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെ നമ്മൾ എടുത്ത് അതിനെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പം അതുപോലെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മഹാജനപദം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എത്രമാത്രം കേറ്ററ്റ് പരീക്ഷയിൽ, കേറ്ററ്റ് സോഷ്യൽ സയൻസ് എഴുതുന്നവർക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ ശ്രദ്ധിച്ചേ, പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ശ്രദ്ധിച്ചേ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വിച്ച് എമംഗ് ദ ഫോളോവിങ് വാസ് നോട്ട് എ മഹാജനപദാസ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോവിങ് വാസ് നോട്ട് എ മഹാജനപദ. നോട്ട് എ മഹാജനപദ. ഇപ്പൊ നമ്മള് എന്താണ് കേറ്ററ്റ് പോലുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ എഴുതുമ്പോഴത്തേനും നമ്മളിത് കുറച്ച് ടെൻഷൻ ആവാറുണ്ടല്ലേ? അപ്പൊ നമ്മൾ ടെൻഷൻ ആവുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മള് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളെ വിട്ട് കളയാറുണ്ട്. ഇപ്പൊ ശ്രദ്ധിച്ചേ, നോട്ട് എ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. കാരണം ഈ ഒരു ചെറിയ തെറ്റായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു മാർക്കിന്റെ ഒരു ഇതിലെ തന്നെ ബാധിക്കുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് നമ്മൾ ചോദ്യം നോക്കുകയാണ്, വിച്ച് എമംഗ് ദ ഫോളോവിങ് വാസ് നോട്ട് എ മഹാജനപദ. ഓപ്ഷൻസ് നോക്കിയേ, അവന്തി, കാംബോജ, അംഗ, വൈശാലി. ഏതാണ് മഹാജനപദാസിൽ പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഏതാണ് ആൻസർ എന്നുള്ളത് നമുക്കറിയാം. ഉത്തരം ഏതാണ്? ഉത്തരം വൈശാലിയാണ് അല്ലെ? അപ്പൊ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത് മഹാജനപദ. എല്ലാ കേറ്ററ്റ് പരീക്ഷയിലും മഹാജനപദത്തിന്റെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എന്താണ് മഹാജനപദം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം കണ്ടു. ആ ചോദ്യത്തെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് കണ്ടു. അതിന് ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തി. ഏതാണ് മഹാജനത്തിൽ പെടാത്തതായിട്ടുള്ള എന്താണ് മഹാജനത്തിൽ പെടാത്തതായിട്ടുള്ളത്? എന്താണ് ഓപ്ഷനിലുള്ളത്? വൈശാലിയാണ് അല്ലേ ഉള്ളത്. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ച, എന്താണ് മഹാജനപദം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. മഹാജനപദങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മഹാജനപദത്വം. നമ്മൾ ഇനിയിപ്പം എന്താണ്, എക്സാം ഡേറ്റ് അടുത്തു അല്ലേ? അപ്പൊ നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സിലബസ് ഫുള്ള് കവർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി പഠിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. ശ്രദ്ധിച്ചിരുന്നേ, മഹാജനപദങ്ങൾ എന്താണെന്ന് നോക്കാം. 6-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായ ചെറു റിപ്പബ്ലിക്കുകൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? മഹാജനപദങ്ങൾ എന്നാണ് കേട്ടോ. 6-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായ ചെറു റിപ്പബ്ലിക്കുകൾ അറിയപ്പെട്ടിരുന്നത് മഹാജനപദങ്ങൾ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, 16 മഹാജനപദങ്ങൾ നിലവിലുണ്ടായിരുന്നു. എത്ര മഹാജനപദങ്ങൾ നിലവിലുണ്ടായിരുന്നു? 16 ജനപദങ്ങൾ നിലവിലുണ്ടായിരുന്നു. അതില് പ്രധാനപ്പെട്ട മഹാജനപദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ, മഗധ, അവന്തി, വത്സം, കോസലം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മഹാജനപദങ്ങൾ? ഏതൊക്കെയാണ്? മഗധ, അവന്തി, വത്സം, പിന്നെ കോസലം. അങ്ങനെ 4 പ്രധാനപ്പെട്ട മഹാജനപദങ്ങളാണ് ഉള്ളത്. മൊത്തം എത്ര മഹാജനപദങ്ങളുണ്ട്? 16 മഹാജനപദങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട 3 പോയിന്റ് കവർ ചെയ്തു. ഒന്നാമത്തെ പോയിന്റ്, 16-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായ ചെറു റിപ്പബ്ലിക്കുകൾ അറിയപ്പെട്ടിരുന്നത് മഹാജനപദങ്ങൾ. 16 മഹാജനപദങ്ങൾ അതില് പ്രധാനപ്പെട്ട മഹാജനപദങ്ങളാണ് മഗധ, അവന്തി, വത്സം, കോസലം. നമ്മൾ 3 പോയിന്റ് കവർ ചെയ്തു. ഇനി നോക്കിയേ, ഏറ്റവും ശക്തമായിട്ടുള്ള മഹാജനപദം ഏതാണ്? ഏറ്റവും ശക്തമായ മഹാജനപദമാണ് മഗധം. ഏറ്റവും ശക്തമായ മഹാജനപദമാണ് മഗധം. അതുപോലെ തന്നെ അടുത്ത നോക്കിയേ, വൻതോതിൽ ഇരുമ്പ് നിക്ഷേപം ഉണ്ടായിരുന്ന മഹാജനപദം. ചോദ്യം വരാം, വൻതോതിൽ ഇരുമ്പ് നിക്ഷേപം ഉണ്ടായിരുന്ന മഹാജനപദം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഉത്തരം ഏതാണ്? മഗധം. അതുപോലെ തന്നെ അവന്തി ഭരിച്ച പ്രസിദ്ധ രാജാവ് ആരാണ്? അവന്തി ഭരിച്ച പ്രസിദ്ധ രാജാവ് പ്രദ്യോതയാണ്. എന്ത്? അവന്തി ഭരിച്ച രാജാവ് എന്ന് പറയുന്നത് പ്രസിദ്ധ രാജാവ്. ഇനി നോക്കിയേ, വത്സം ഭരിച്ച പ്രസിദ്ധ രാജാവ് ഉദയന. വത്സം ഭരിച്ച പ്രസിദ്ധ രാജാവ്
ഉദയന. അപ്പൊ നമുക്ക് 4 പോയിന്റ് കിട്ടി. ഏതൊക്കെയാണ്? ഒന്ന്, ഏറ്റവും ശക്തമായ മഹാജനപദം മഗധം. അതുപോലെ തന്നെ വൻതോതിൽ ഇരുമ്പ് നിക്ഷേപം ഉണ്ടായിരുന്ന ജനപദം മഗധം. മൂന്നാമത്തേത്, അവന്തി ഭരിച്ച പ്രസിദ്ധ രാജാവ് പ്രദ്യോത. ഇനി വത്സം ഭരിച്ച പ്രസിദ്ധ രാജാവ് ഉദയന. ഇനി അടുത്ത് നോക്കാം, ശ്രദ്ധിച്ചേ. ഭാസന്റെ സ്വപ്നവാസവദത്ത കേട്ടിട്ടുണ്ടോ? ഭാസന്റെ സ്വപ്നവാസവദത്ത, ഹർഷന്റെ പ്രിയദർശിക. ഭാസന്റെ സ്വപ്നവാസവദത്ത, ഹർഷന്റെ പ്രിയദർശിക, രത്നാവലി എന്നീ നാടകങ്ങളിലെ നായകൻ. എന്നീ നാടകങ്ങളിലെ നായകൻ ആരായിരുന്നു? ഉദയന. ഉദയന ആരാ? വത്സം ഭരിച്ച പ്രസിദ്ധ രാജാവ് ആരാണ്? ഉദയന. അതുപോലെ തന്നെ ഭാസന്റെ സ്വപ്നവാസവദത്ത, ഹർഷന്റെ പ്രിയദർശിക്, രത്നാവലി എന്നീ നാടകങ്ങളിലെ നായകൻ ഉദയന. അങ്ങനെ മൊത്തം നമുക്ക് 5 പോയിന്റ് കിട്ടി. നമുക്ക് മൊത്തം 5 പോയിന്റ് നമുക്ക് കിട്ടി. നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മഹാജനപദത്തെ കുറിച്ച് കേട്ടോ. ഇനി ശ്രദ്ധിച്ച അടുത്തത്, ഗാന്ധാരം എന്ന ജനപദത്തിൽ ജീവിച്ചിരുന്ന വ്യാകരണ പണ്ഡിതൻ. എന്താണ് ഗാന്ധാരം? ചോദ്യം ചോദിക്കുവാണ്, കേറ്ററ്റിന്റെ എക്സാം വരികയാണ്. ഗാന്ധാരം എന്ന ജനപദത്തിൽ ജീവിച്ചിരുന്ന വ്യാകരണ പണ്ഡിതൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? പാണിനി. ഉത്തരം എന്താണ്? പാണിനി. ശ്രദ്ധിച്ച. ഇനി അടുത്ത നോക്കാം. ബുദ്ധന്റെ സമകാലികനും ശാക്യവംശത്തിനുമേൽ അധീനത്വം പുലർത്തുകയും ചെയ്ത കോസല രാജാവ് ആര്? കോസല രാജാവ് പ്രസന്നേജിത്ത്. ആരാണ്? പ്രസന്നേജിത്ത്. ശ്രദ്ധിച്ചേ. ബുദ്ധന്റെ സമകാലികനും ശാക്യവംശത്തിനുമേൽ അധീനത്വം പുലർത്തുകയും ചെയ്ത കോസല രാജാവ് പ്രസന്നേജിത്ത്. മഹാജനപദത്തെ അടുത്ത ഭാഗമാണ്, നോക്കി ശ്രദ്ധിച്ചിരുന്നേ. മഹാജനപദങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന കൃതികൾ അംഗുത്തര നികായ, മഹാവസ്തു, ഭാഗവത സൂത്ര. ഏതൊക്കെയാണ്? മഹാജനപദങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന കൃതികൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയല്ലേ? അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട എത്ര ഭാഗങ്ങൾ നമ്മൾ നോക്കി? എത്ര ഭാഗങ്ങൾ നമ്മൾ നോക്കി? ഒന്ന്, എന്താണ് മഹാജനപദം? എത്ര മഹാജനപദങ്ങളുണ്ട്? പ്രധാനപ്പെട്ട മഹാജനപദം ഏത്? ഓരോ മഹാജനപദത്തിലെ പ്രസിദ്ധനായിട്ടുള്ള രാജാക്കന്മാർ ആരാണ്? അതുപോലെ തന്നെ നമ്മൾ പാണിനിയെ കുറിച്ച് പഠിച്ചു. ഗാന്ധാരം എന്ന ജനപദത്തിൽ ജീവിച്ചിരുന്ന വ്യാകരണ പണ്ഡിതനാരാണ്? പാണിനി. അതുപോലെ തന്നെ ബുദ്ധന്റെ സമകാലികനും ശാക്യവംശത്തിനുമേൽ അധീനത്വം പുലർത്തുകയും ചെയ്ത കോസല രാജാവ് ആരാണ്? പ്രസന്നേജിത്ത്. അതുപോലെ തന്നെ നമ്മൾ നോക്കി പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു എന്ത്? ഭാസന്റെ സ്വപ്നവാസവദത്ത, ഹർഷന്റെ പ്രിയദർശിക്, രത്നാവലി എന്നീ നാടകങ്ങളിലെ നായകനാരാണ്? ഉദയന. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള മഹാജനപദം ഏതാണ്? മഗധ. അതുപോലെ തന്നെ വൻതോതിൽ ഇരുമ്പ് നിക്ഷേപം ഉണ്ടായിരുന്ന മഹാജനപദം ഏതായിരുന്നു? അതും മഗധയാണ്. ഇത്രയും നമ്മൾ പഠിച്ചത് ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? ഏത് ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ്? പ്രീവിയസ് ഇയറിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതല്ലേ? എല്ലാ മത്സര പരീക്ഷകളിലും കേറ്ററ്റിന്റെ എല്ലാ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലും മഹാജനപദത്തിന്റെ 1-2 ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യാ? ഈ ഒരു ഭാഗം നോക്കിക്കൊണ്ട് പോയാൽ നമുക്ക് 1-2 മാർക്ക് ഉറപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ? ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ അതുപോലെ തന്നെ എന്താണ് ചലഞ്ചർ ആപ്പിന്റെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.